ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനന്തപുരിയിൽ നിന്നും പുറത്തായ നാഗേന്ദ്രൻ ആ തട്ടാൻ ചേട്ടൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് അദ്ദേഹത്തിനോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഭാര്യയാണെങ്കിൽ പോലും പെണ്ണുങ്ങളെ വിശ്വസിക്കരുതെന്ന് തട്ടാൻ ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് നാഗേന്ദ്രൻ പറയുക. അപ്പം ഞാൻ എങ്ങനെ സഹായിക്കാനാണെന്ന് ചോദിച്ചു. മൂർത്തി സാറിൻ്റെ സ്വഭാവമൊക്കെ അറിയാവുന്നതല്ലേ, സാറ് പറഞ്ഞാൽ കേൾക്കാത്തത് ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ എന്ന് ചോദിക്കുമ്പം എൻ്റെ കുടുംബത്തെ വിട്ടു പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുടുംബത്തിന് സാറിനെ വിട്ട് കളയാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. നീ ഇദ്ദേഹം ചോദിച്ചു. സാറിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ ഇത്രയും വലിയൊരു ത്യാഗം സഹിച്ചത്? എന്നിട്ട് മക്കളായിട്ട് എന്താ അവർ കൂടെ ഇറങ്ങി വരാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അവരില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് നാഗേന്ദ്രൻ പറഞ്ഞു. പക്ഷേ അവർക്കത് പറ്റും, അതുകൊണ്ടാണ് അവരവിടെ നിന്നതെന്ന് ഈ ചേട്ടൻ പറഞ്ഞു കൊടുക്കുക. സ്വന്തം സുഖവും ഭാവിയും മാത്രം നോക്കി ജീവിക്കുന്ന പെണ്ണിൻ്റെ വാക്ക് വിശ്വസിച്ച് ഒന്നും ചെയ്യാൻ നിൽക്കരുത് സാറേ എന്ന് നാഗേന്ദ്രനോട് പറഞ്ഞു കൊടുത്തു. മൂർത്തി സാറും വസുന്ധരാമ്മയും കൂടെ ചേർന്നാണ് അവരെ വളർത്തിയത്. പക്ഷേ അവരുടെ സ്വഭാവം അത് വളരെ മോശമായിപ്പോയെന്ന് പറയുമ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ ഈ നാട്ടിൽ നിന്ന് മൂർത്തി അങ്കളേനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു നാഗേന്ദ്രൻ. അത് ഉറപ്പുള്ള കാര്യമല്ലേ, തെറ്റ് ചെയ്തവരെ അദ്ദേഹം വെച്ചേക്കില്ലെന്നുള്ള കാര്യം അറിയാമല്ലോ. അല്ല, സാർ ഇങ്ങോട്ട് വന്നു എന്നറിഞ്ഞാൽ എൻ്റെ ജോലി തന്നെ പോകുമെന്ന് ഇദ്ദേഹം പറയും. അപ്പോൾ എനിക്കറിയാം ശങ്കരേട്ട അതൊക്കെ, പക്ഷേ എൻ്റെ ഭാഗത്തെ ന്യായം മൂർത്തിയങ്ങൾ അറിയണ്ടേ എന്ന് നാഗേന്ദ്രൻ ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, എൻ്റെ ജോലി പോയാലും ശരി, ഞാൻ ഈ കാര്യങ്ങളൊക്കെ മൂർത്തി സാറിനോട് പറയാം എന്ന് പറയുമ്പോഴത്തേക്കും നാഗേന്ദ്രൻ ഭയങ്കര സന്തോഷം. പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിക്കാൻ വലിയ പാടാ. എന്നാലും കുഴപ്പമില്ല, സാറിന് വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടിയാലും നടന്ന കാര്യങ്ങളൊക്കെ മൂർത്തി സാറിനെ അറിയിക്കാൻ പറ്റിയാലേ അതൊരു പുണ്യപ്രവൃത്തി തന്നെയാണെന്ന് ഇദ്ദേഹം പറയുന്നു. അത് കേട്ടപ്പോൾ നാഗേന്ദ്രന് സമാധാനമായി. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടാലും എനിക്കതിൽ കുറ്റബോധമൊന്നും ഉണ്ടാവില്ല എന്നും ഈ ശങ്കരേട്ടൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നന്ദിയുണ്ട് ശങ്കരേട്ട എന്നും പറഞ്ഞ് നാഗേന്ദ്രൻ പറയുക കേട്ടോ. അങ്ങനെ നമ്മുടെ നാഗേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഇത്രയും വരെ കാര്യങ്ങൾ കൊണ്ടുവന്ന് ആദർശനോട് പറഞ്ഞു നിർത്തി ഇദ്ദേഹം. ഇത് കേട്ട് ആദർശ് അന്തം വിട്ട് നിൽക്കുക. എല്ലാ സംഭവങ്ങളും അറിയാവുന്നത് ശങ്കരനങ്ങളിനായിരുന്നു. അപ്പോൾ നടന്നതെല്ലാം തീർച്ചയായിട്ടും ശങ്കരനങ്ങൾ മുത്തശ്ശനെ അല്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാ കുറ്റവും ഏറ്റെടുത്ത നാഗേന്ദ്രൻ സാറ് വീട്ടിൽ നിന്ന് പുറത്തായത് എനിക്ക് വലിയ ഞെട്ടലായി പോയി സാറേ എന്ന് ഈ ശങ്കരേട്ടൻ ആദർശനോട് പറയുക. അങ്ങനെ പോകേണ്ട ആളായിരുന്നില്ല നാഗേന്ദ്രൻ സാറ്, ജലജയാണ് യഥാർത്ഥ പ്രതി എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ അപ്പച്ചയ്ക്ക് വേണ്ടി ബലിയാടായതാണ് നാഗേന്ദ്രൻ സാറ്. പെണ്ണുങ്ങളുടെ സ്വർണത്തോടുള്ള ഭ്രമത്തെപ്പറ്റി ഞാൻ പറയാതെ തന്നെ സാറിന് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ മുകളിലായിരുന്നു ജലജയ്ക്ക് സ്വർണത്തോടുള്ള ആർത്തിയെന്ന് സാറിന് അറിയാമോ എന്ന് ചോദിക്കാം. പിന്നെ ഇടയ്ക്ക് ജ്വല്ലറിയിലൊക്കെ വരുമ്പോൾ പുതിയ ഫാഷനിലുള്ള ആഭരണങ്ങളൊക്കെ കണ്ടാൽ സാറിന് മുത്തശ്ശിയെ സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും അത് സ്വന്തമാക്കാൻ ജലജ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, മിക്കപ്പോഴും എൻ്റെ അടുക്കൽ വന്ന് പുതിയ ഫാഷനിലുള്ള ആഭരണങ്ങളൊക്കെ പണിയിക്കുമായിരുന്നു എന്ന്. ഏതെങ്കിലും ഒരു സ്വർണ്ണമാല കണ്ടാൽ അതുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരും. അതാവുമ്പോൾ പിന്നെ പണിക്കൂലിയൊന്നും കൊടുക്കണ്ടല്ലോ. അപ്പം അന്നുള്ള അതേ സ്വഭാവമൊക്കെ തന്നെ അപ്പച്ചിക്ക് ഇപ്പോഴും. എന്ന് മാത്രമല്ല, അവരുടെ മോൻ അഭിയാണെന്നുണ്ടെങ്കിൽ അപ്പച്ചിയുടെ തനി പകർപ്പാണെന്നും ആദർശം നേരം പറഞ്ഞു. ഞാൻ കരുതിയത് അവന് കിട്ടിയത് അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവമാണെന്നാണെന്ന് പറയുമ്പം ഒരിക്കലും അച്ഛൻ്റെ സ്വഭാവം അല്ല സാറേ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അഭിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ പയ്യൻ ഇന്ന് മൂർത്തി ജ്വല്ലറിക്ക് പുറത്ത് പോവില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ആദർശനോട് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ നാഗേന്ദ്രൻ ഞങ്ങളുടെ ഏറ്റവും വലിയ എതിരാളിയാണെന്ന് പറഞ്ഞപ്പം അത്രയ്ക്ക് പകയാണ് മൂർത്തി സാറിനോടും ആ സ്ഥാപനത്തിനോടും ഒക്കെ നാഗേന്ദ്രൻ ഇപ്പോൾ ഉള്ളത്. എന്നിട്ടത് ശങ്കരനങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചില്ലെന്ന് ചോദിച്ചപ്പം അതൊക്കെ ഞാൻ ശ്രമിച്ചു. ഞാൻ പിറ്റേ ദിവസം തന്നെ മൂർത്തി സാറിനെ ക്യാമ്പിലെത്തി കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അങ്ങനെ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ നമ്മുടെ മൂർത്തി അങ്കിൾ ഭയങ്കര കലിപ്പിലിരിക്കുക. താൻ വന്നോ എന്ന് ചോദിച്ചു അദ്ദേഹത്തെ കണ്ടപ്പം. നാഗേന്ദ്രൻ വന്ന ശേഷം അവൻ്റെ ഐഡിയാസ് ഗംഭീരമാണ്, തനിക്ക് പണി കൂടിയെങ്കിലും കമ്പനിക്കത് നല്ല മെച്ചമാണ്, എന്തൊക്കെയാ പറഞ്ഞത്. അല്ല, അത് പിന്നെ കുറേ നാളായിട്ട് അതിൻ്റെ ഫലവും കണ്ടായിരുന്നല്ലോ സാറേ എന്ന് അദ്ദേഹം മൂർത്തി സാറിനോട് പറയാം. അപ്പോൾ കമ്പനിക്ക് ഇതുവരെ ഇല്ലാത്ത ഉയർച്ചയാണെന്ന് സാർ വരെ പറഞ്ഞതല്ലേ എന്നും ചോദിച്ചു. അങ്ങനെ ഉയർത്തിയവൻ അതിനേക്കാളും വേഗത്തിൽ താഴ്ത്തിയിട്ടുണ്ടെന്ന് പറയാം. എടോ, കമ്പനിയുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ ചിലർ ഇതുപോലുള്ള തന്ത്രങ്ങളൊക്കെ മെനയും. നമ്മൾ അവരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന സമയത്ത് ചതിക്കുകയും ചെയ്യുമെന്ന് മൂർത്തി അങ്കിൾ പറയും. അപ്പോൾ ഇവിടെ ഞാൻ പൈസന് മുതലും പലിശയും കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അയാൾ മാന്യനായതുകൊണ്ട് തന്ന രൂപയെ തിരിച്ചു വാങ്ങിയോളെന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. പിന്നെ എന്നോടുള്ളൊരു വിശ്വാസം കൊണ്ട് അയാൾ അത് പരസ്യപ്പെടുത്തിയില്ല എന്നും അദ്ദേഹം പറയുകയാണ്.
നാലാളിത് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ തകർന്നു പോയേനെന്ന് മുത്തശ്ശൻ പറയാം കേട്ടോ. പക്ഷെ ഫൈസിൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ അയാളത് പറയും, അത് നമുക്ക് വലിയ നഷ്ടം തന്നെയാണെന്ന കാര്യവും പറഞ്ഞു. പക്ഷെ സാറേ, ദേ ഞാൻ പറയുന്നത് സാറൊന്ന് കേൾക്കണമെന്ന് ശങ്കരേട്ടൻ പറയണു. നാഗേന്ദ്രൻ സാറിൻ്റെ ഭാഗത്ത് സാറ് കരുതുന്നത് പോലെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട, അവനെ ന്യായീകരിച്ചാൽ പിന്നെ തൻ്റെ കുടുംബക്കാർ മൂർത്തി ജ്വല്ലറിയെ സേവിച്ചവരാണെന്ന് ഞാൻ അങ്ങ് ആലോചിക്കുകയില്ല എന്ന് പറഞ്ഞു. തൻ്റെ സ്ഥാനം പുറത്തായിരിക്കുമെന്നും പറഞ്ഞ് അദ്ദേഹത്തെ വഴക്കു പറയുന്നു. പിന്നെ എന്നെ അത്രത്തോളം വേദനിപ്പിച്ചു കഴിഞ്ഞു ഈ നാഗേന്ദ്രൻ എന്നും പറഞ്ഞ് മറ്റാരെക്കാളും വിശ്വാസമായിരുന്നു എനിക്ക് അവനെന്നെ ചതിച്ചത്. പോരാഞ്ഞിട്ട് അവനെൻ്റെ മരുമകനും കൂടിയാണല്ലോ. പക്ഷേ പൈസിന് മൂർത്തി ജ്വല്ലറുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 1000 മടങ്ങ് എനിക്ക് അവനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. ഇനി അതുകൊണ്ട് ആരും അവനെ എൻ്റെ മുന്നിൽ ന്യായീകരിക്കേണ്ട. അവൻ്റെ ഭാഗത്തെ ന്യായങ്ങൾ അവൻ പറയാൻ നോക്കി, ഞാനത് കണക്കിലെടുത്തിട്ടില്ല, കേൾക്കാൻ കൂടി തയ്യാറായതുമില്ല. അതുകൊണ്ട് ഇനി അവൻ്റെ സ്ഥാനം അത് പുറത്ത് തന്നെയാണെന്ന് പറഞ്ഞു. അനന്ത ഒരു തറവാടുമായിട്ട് ഇനി ഒരു ബന്ധവും അവന് വേണ്ടാന്നും അതവൻ പോകുമ്പോൾ തന്നെ അവനോട് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു. എൻ്റെ മക്കളെപ്പോലും രണ്ടാമതാക്കിയിട്ട് ഞാൻ അവൻ ഒന്നാമതാക്കി കൊണ്ടുവന്നതെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. പക്ഷേ അവനും ബിസിനസ്സിൽ മാത്രമല്ല കഴിവുള്ളത്, അതിനപ്പുറം ഇതുപോലെ പണം ഉണ്ടാക്കാൻ പല വഴികളും അവന് കണ്ടെത്താൻ അറിയാമെന്ന് പറഞ്ഞു. പോകുന്നതിന് മുൻപ് അദ്ദേഹം എന്നെ വന്ന് കണ്ടിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് തന്നെ അവൻ തെറ്റിദ്ധരിപ്പിച്ച് കാണും. അങ്ങനെയാണല്ലോ ഇത്രയും കാലം അവൻ എൻ്റെ പ്രിയപ്പെട്ടവനായത് അല്ലേ? അതൊക്കെ കേട്ടിട്ട് എൻ്റെ അടുത്തോട്ട് വരണ്ടെന്നാണ് പറഞ്ഞത്. അവനെക്കുറിച്ച് ഇനിയൊരു സംസാരവും ഇവിടെ വേണ്ട. അപ്പം ശരി സാറേ, എന്നാൽ പിന്നെ ഞാനൊന്നും പറയാനില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ചേട്ടൻ അങ്ങ് പോയി. ഈ സമയം ഭയങ്കര ദേഷ്യത്തിൽ മുത്തച്ഛനോടെ ഇരിക്കാം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ആദർശനോട് നാഗേന്ദ്രൻ്റെ പേര് കേൾക്കുന്നത് പോലും പിന്നീട് മൂർത്തി സാറിന് ഇഷ്ടമല്ലാണ്ടായി എന്ന കാര്യവും പറയണേ. അതുകൊണ്ട് അയാളെ ന്യായീകരിക്കാൻ ചെന്ന എന്നെ ശാസിച്ചാണ് അദ്ദേഹം പുറത്താക്കിയതെന്നും ഇദ്ദേഹം പറയുക. എന്ന് മാത്രമല്ല, പിന്നീട് ഒരിക്കൽ പോലും നാഗേന്ദ്രൻ സാറിനെ കുറിച്ച് ഞാൻ പറയുന്നത് കേൾക്കാൻ മൂർത്തി സാറ് തയ്യാറായില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അത്രയ്ക്ക് വെറുപ്പാണ് നാഗേന്ദ്രനോട് ഇപ്പോൾ മുത്തശ്ശനുള്ളത്. സാധാരണ മനുഷ്യർക്ക് ഒരാളിനോട് വെറുപ്പ് തോന്നിയാൽ നാളുകൾ കഴിയുമ്പോൾ അതിൻ്റെ ശക്തി കുറഞ്ഞു വരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. കാലം കഴിയും തോറും നാഗേന്ദ്രനോടുള്ള മൂർത്തി സാറിൻ്റെ ദേഷ്യം അത് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന കാര്യവും പറഞ്ഞ്, എന്നു മാത്രമല്ല സ്വന്തം ഭർത്താവ് പോയപ്പോൾ കുഞ്ഞുങ്ങളുമായി കൂടെ പോകാത്ത ജലജയോട് സാറിനും സാറിൻ്റെ ഭാര്യയ്ക്കുമൊക്കെ വലിയ സഹതാപവും ഉണ്ടായിരുന്നു എന്ന കാര്യവും പറയാട്ടോ. ഭർത്താവിനെ കളഞ്ഞിട്ട് കുഞ്ഞുങ്ങളുമായി വീട്ടിൽ നിൽക്കുന്ന മകളെ അവർ കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്തതെന്നും അവളോട് എല്ലാ തെറ്റുകളും സഹിക്കുകയും ക്ഷമിക്കുകയും പൊറുക്കുകയും ഒക്കെ ചെയ്തു. ആ ഒരു സമയത്തൊക്കെ നടന്നതൊക്കെ അറിയാവുന്ന ഞാൻ പുച്ഛത്തോടെയാണ് അവരെ നോക്കിയിരുന്നതെന്ന കാര്യവും ഇദ്ദേഹം പറയാം. പിന്നീട് പലപ്പോഴും സ്വർണം പണിയിക്കാൻ എൻ്റെ അടുക്കലൊക്കെ അവർ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ സൂക്ഷിച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. സ്വഭാവതല്ലേ, ഇനി ഏതെങ്കിലും അവസരത്തിൽ എന്നെയും കുടിക്കാലോ എന്നും ശങ്കരേട്ടൻ ചോദിക്കുക കേട്ടോ. അങ്ങനൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു സാറേ. പിന്നെ ഏതായാലും മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് പിരിയുന്നത് വരെ ഒരു പേര് ദോഷവും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് ശങ്കരേട്ടൻ പറയൂ കേട്ടോ. മൂർത്തി സാറിൻ്റെ നല്ലൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞതെന്ന് പറഞ്ഞപ്പം ശങ്കരനങ്ങള് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ദൈവത്തെ പോലെയായിരുന്നു മൂർത്തി സാറ്. ഞാൻ എൻ്റെ സേവനം അവസാനിപ്പിച്ച ശേഷവും സാറിൻ്റെ സഹായം ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന കാര്യം അദ്ദേഹം പറയാട്ടോ. ഒരസുഖം വന്നാൽ അദ്ദേഹം വിളിക്കും. ഹോസ്പിറ്റൽ ബില്ലൊക്കെ അദ്ദേഹം തന്നെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതൊക്കെ പിന്നെ സാറിനും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. കമ്പനിയെ നന്നായി സേവിച്ച സ്റ്റാഫുകളെ എല്ലാവർക്കും തന്നെ കമ്പനി എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം, പക്ഷേ ഇന്നത്തെ മൂർത്തി ജ്വല്ലറി ഈ രൂപത്തിലാക്കിയ സത്യസന്ധനായ നാഗേന്ദ്രനോട് മാത്രം കമ്പനി തെറ്റ് ചെയ്തു എന്ന കാര്യം പറയുവാണ്. അതൊക്കെ ഒരു ആദർശം ഭയങ്കര വിഷമം. അതിലുപരി സത്യങ്ങൾ അറിയാവുന്ന മൂർത്തി സാറ് അയാളുടെ നേരെ മുഖം തിരിച്ച് നിൽക്കുകയും ചെയ്തു എന്ന കാര്യവും പറയാം. അതിന്നും എൻ്റെ ഹൃദയത്തിലൊരു കറുത്ത പാടായി കിടക്കുകയാണെന്നൊക്കെ ഈ ചേട്ടൻ ഇങ്ങനെ ആദർശനോട് പറയുക കേട്ടോ. മൂർത്തി സാറിനോട് സത്യങ്ങൾ പറയാൻ കഴിയാത്ത കുറ്റബോധം ഇന്നും എനിക്കുണ്ടെന്ന കാര്യവും പറയണം. പിന്നെ എന്തായാലും സാറിനോട് എല്ലാം പറയാൻ പറ്റിയല്ലോ, അതിൻ്റെ ഒരു ആശ്വാസം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് അദ്ദേഹം ഇങ്ങനെ പറയുക കേട്ടോ. നാഗേന്ദ്രൻ ഞങ്ങളുടെ എതിരാളികളായതുകൊണ്ട് എനിക്ക് കൂടെ നിൽക്കാനൊന്നും പറ്റില്ല. പക്ഷേ സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തോടുള്ള ദേഷ്യം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് എന്ന് ആദർശം നേരം പറയാം. അതിലുപരി അപ്പച്ചോടുള്ള ദേഷ്യം അത് കൂടുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരൊരു മനുഷ്യ സ്ത്രീ പോലും അല്ല എന്നും ആദർശ് പറയണം. എൻ്റെ മുത്തച്ഛനും മുത്തശ്ശിക്കും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാര്യത്തിൽ മാത്രമാണെന്നും ആദർശ് പറയാട്ടോ. അപ്പച്ചി ഏറ്റെടുത്ത് വളർത്തിയത്
ഏറ്റവും വലിയ തെറ്റായിപ്പോയെന്നും അവർക്കു പകരം മനുഷ്യപ്പറ്റുള്ള ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ തറവാട്ടിനകത്ത് പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുമായിരുന്നില്ല എന്നും ഇപ്പോഴും അവിടെയുള്ളവരുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് അവരും അവരുടെ മോനും ഒക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഉള്ളത് പറയാമല്ലോ സാറേ, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ നന്മയില്ലാത്തൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല എന്ന കാര്യവും പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നാഗേന്ദ്രൻ സാർ ആയിരുന്നില്ല, ജലജയായിരുന്നു ആ വീടിന് പുറത്തു പോകേണ്ടിയിരുന്നതെന്നുള്ള കാര്യം ശങ്കരേട്ടൻ പറയുക. പക്ഷേ വിധി അത് മറിച്ചായിപ്പോയിരുന്നു. അങ്ങനെ അവർ സംസാരിച്ച് കഴിഞ്ഞപ്പം എന്തായാലും ഇപ്പോഴെങ്കിലും കഥകളൊക്കെ അറിയാൻ കഴിഞ്ഞല്ലോ. ഇനി എയിൻ ജ്വല്ലറിയായിട്ട് മത്സരിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് നാഗേന്ദ്രൻ ഞങ്ങളെ വെറുക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാമെന്ന് ആദർശ് പറയുക. എന്തായാലും സത്യങ്ങളെല്ലാം എന്നെ അറിയിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞു. പോവാം എന്നും പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോകുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഓഫീസിലെത്തി നമ്മുടെ ആദർശ് ഇങ്ങനെ അജയനെ വിളിച്ച് അദ്ദേഹമായിട്ട് സംസാരിക്കുക. അപ്പോൾ ശങ്കരനങ്കിളിനെ കണ്ടു എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഏത് ശങ്കരനങ്കിളാണെന്ന് ചോദിച്ചു. അത് പിന്നെ മുത്തശ്ശൻ്റെ വിശ്വസ്തനായിട്ടുള്ളൊരു സ്വർണ്ണപ്പണിക്കാരനുണ്ടായിരുന്നില്ലേ, നമ്മുടെ പഴയൊരു സ്റ്റാഫ് ശങ്കരൻ. നീ എന്തിനാ ശങ്കരേട്ടനെയൊക്കെ കാണാൻ പോയതെന്ന് അജയൻ ചോദിക്കട്ടെ ആദർശിനോട്. ഞാൻ നാഗേന്ദ്രൻ്റെ ഭാഗത്തെ തെറ്റെന്താണെന്ന് എല്ലാവരോടും മാറി മാറി ചോദിച്ചതാണെന്ന കാര്യം പറഞ്ഞ് അതിന് പക്ഷേ ആരും എനിക്ക് വ്യക്തമായിട്ടുള്ള മറുപടി തന്നില്ലെന്നും ആദർശ് അജയനോട് പറയുന്നു കേട്ടോ. അപ്പോഴാണ് അമ്മ പറഞ്ഞത് അന്നത്തെ കഥകളൊക്കെ ഈ ശങ്കരൻ അങ്കിളിന് നന്നായിട്ട് അറിയാവുന്നുള്ളത്. എന്നിട്ട് അയാൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം അയാൾ പറഞ്ഞ കഥയിൽ ഈ നാഗേന്ദ്രൻ അത്ര വില്ലനായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് ആദർശ് അജയനോട് പറഞ്ഞു. പിന്നെ നമ്മുടെ വീട്ടിനകത്ത് ഇപ്പോഴും തെറ്റുകൾ ചെയ്യുന്നതും മനുഷ്യനെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതും അപ്പച്ചിയും അഭിയൊക്കെ അല്ലേ എന്ന് ആദർശ് അജയനോട് പറയുന്നു കേട്ടോ. ഇവിടെയും അങ്ങനെ ഒരു കഥ തന്നെയാണ് ശങ്കരനങ്ങൾ എന്നോട് പറഞ്ഞത്. അത് നീ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ടെന്ന് അജയൻ പറഞ്ഞപ്പം ശങ്കരനങ്ങൾ പറഞ്ഞ ഭാഗം ഞാൻ കേട്ടു. അങ്ങനെ ഒരു തെറ്റ് ചെയ്ത അയാൾ മുത്തച്ഛൻ പിന്നെ നമ്മുടെ കമ്പനിയിൽ വെച്ച് പൊറപ്പിക്കത്തില്ല എന്ന് ആദർശ് പറയാം. പക്ഷേ അതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നൊക്കെ അയാളെ പുറത്താക്കുമോ എന്ന് ചോദിച്ചു കേട്ടോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്തൊക്കെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും മുത്തച്ഛനും മുത്തശ്ശിക്കും വലിയ സ്നേഹമായിരുന്നു അപ്പച്ചിയോട്. അങ്ങനെയുള്ളപ്പോൾ അപ്പച്ചിയുടെ ഭർത്താവിനെ പെട്ടെന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുമോ എന്ന് മുത്തശ്ശൻ ചോദിക്കാട്ടോ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഇളയച്ചൻ അറിയാവുന്നതല്ലേ എന്നും ചോദിച്ചു. അഭി എന്തെല്ലാം തെറ്റുകളാണ് ചെയ്തിരിക്കുന്നത്. കല്യാണത്തിന് മുന്നേ തന്നെ വഴിതെറ്റി നടന്ന പിന്നെ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു എന്ന് മാത്രമല്ല അതിൽ അവനൊരു കുഞ്ഞും ഉണ്ടെന്ന കാര്യവും ആദർശ് പറയണം. അതൊക്കെ അറിഞ്ഞിട്ടും അവനെ നമ്മുടെ തറവാട്ടിൽ നിന്നും പുറത്താക്കിയിട്ടില്ലല്ലോ. പിന്നെ സ്വർണത്തിൽ തിരിമറി നടത്തിയെന്നും പറഞ്ഞ് ഒരാളെ സ്വർണ്ണക്കടയിൽ നിന്നല്ലാതെ നമ്മുടെ വീട്ടിൽ നിന്നും പുറത്താക്കുമോ എന്നൊക്കെ ആദർശ് ചോദിക്കുക. അപ്പം അത് കേട്ടപ്പം ഇതൊക്കെ 10-25 വർഷം മുൻപ് നടന്ന കാര്യങ്ങളല്ലേ ആദർശ്, അതിൻ്റെ പിന്നാലെ നീ എന്തിനാ പോകുന്നതെന്ന് അജയൻ അന്നേരം ചോദിച്ചു. ഇളയച്ചൻ അറിയാവല്ലോ, എന്തെങ്കിലും ഒരു കരുണം മനസ്സിൽ കിടന്നാൽ അത് ക്ലിയർ ചെയ്യാതെ എനിക്ക് പിന്നെ സമാധാനം കിട്ടില്ല എന്നുള്ളത്. ശങ്കരനങ്കിൾ പറഞ്ഞതിനപ്പുറം എന്തോ ഒരു വലിയ വീഴ്ച ഈ പറഞ്ഞ നാഗേന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ആദർശ് അജയനോട് പറയുന്നു. അപ്പോൾ അതല്ലെങ്കിൽ ഈ ജർമ്മൻ ഗോൾഡിൻ്റെ കാര്യത്തിൽ നാഗേന്ദ്രനെ അപ്പച്ചി ചതിച്ചതുപോലെ എന്തോ ഒരു ചതി അയാളുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എടാ ഏറ്റവും വലിയ ചതിയനാണ് അവനെ പിന്നെ ആര് ചതിക്കാനാണെന്ന് അജയൻ ചോദിച്ചു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ മുത്തശ്ശൻ പിന്നെ എന്തിനാ അയാളെ നമ്മുടെ തറവാട്ടിൽ നിന്നും പുറത്താക്കിയതെന്ന് ചോദിക്കുകയാണേ ആദർശ്. പിന്നെ അയാൾക്ക് നമ്മളോട് ഇത്രയധികം പകയുണ്ടാകാനുള്ള കാരണം എന്താണെന്നും ആദർശ് ചോദിക്കുക. ജ്വല്ലറി അയാളെ പുറത്താക്കിയ കാരണം അത് ഞാൻ കണ്ടെത്തി. ഇനി അനന്തപുരി തറവാട്ടിൽ നിന്നും അയാൾ പുറത്താകാനുള്ള കാരണം അതെനിക്ക് അറിയണം എന്ന് ആദർശ് അജയനോട് പറയുമ്പം അജയൻ ആകെ ധർമ്മസങ്കടത്തിലിരിക്കുക. അത് ഞാൻ കണ്ടുപിടിക്കും ഇളയച്ച എന്നും ആദർശ് പറയാം. ഈ ശങ്കരനങ്കിളിനെ പോലെ അതറിയാവുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്നും പറഞ്ഞു. അപ്പം അജയൻ ഇങ്ങനെ ഇരിക്കുക ഒന്നും മിണ്ടാതെ. അയാൾ അതെന്നെ അറിയിച്ചിരിക്കുമെന്ന് പറഞ്ഞപ്പം ശരി അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നീ ഇതിൻ്റെ പിന്നാലെ കറങ്ങി നടക്കുകയാണെന്ന് നിന്റെ മുത്തശ്ശൻ അറിഞ്ഞാലേ അത് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഒന്നാമത് നാഗേന്ദ്രൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ ദേഷ്യ, അതുടനെ അത് നീ മനസ്സിൽ വെച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ചിലപ്പം ഈ നാഗേന്ദ്രൻ നിന്നെ സമീപിച്ചെന്ന് വരാം അവൻ്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട്. ഈ പറയുന്ന ശങ്കരനെ പോലും അവൻ സ്വാധീനിച്ചു എന്നുള്ളതാണ് എൻ്റെ സംശയം എന്ന കാര്യമൊക്കെ പറയുന്നു. അതുകൊണ്ടാണല്ലോ പ്രതി ജലജയാണെന്ന് പറയുന്നത്. അവളത്ര നല്ലവളൊന്നും അല്ല, എങ്കിലും അന്നത്തെ ആ ഒരു സംഭവത്തിൽ നാഗേന്ദ്രൻ തന്നെയാണ് കുറ്റക്കാരനെന്ന് അജയൻ വീണ്ടും ആദർശിനോട് തറപ്പിച്ചു പറഞ്ഞു. അവൻ വീട്ടിൽ നിന്ന് പുറത്തായപ്പോൾ അവനൊപ്പം ജലജ പോയില്ല. അങ്ങനെ ഒരു തെറ്റ് മാത്രമേ അന്ന് അവൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അജയൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പക്ഷേ ആദർശിന് അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആദർശ് ഇങ്ങനെ ആകെ വല്ലാത്തൊരിതിലിരിക്കുക.
അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നത്. നന്ദു ആണെങ്കിൽ ആകെ സ്വസ്ഥത കെട്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നവീൻ അങ്ങോട്ടേക്ക് വന്നു. നവീനേട്ടനായിരുന്നു, അവർ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നവീൻ വന്ന് നന്ദുവിൻ്റെ മുന്നിൽ ഇരിക്കുന്നു. നവീൻ ഭയങ്കര ഹാപ്പിയില്ല. അപ്പോൾ എന്നെ വിമർശിക്കാൻ വന്നതായിരിക്കും അല്ലേ? നവീനേട്ടന് നിയമം അറിയാവുന്നതല്ലേ? ഒരു കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ എന്ന് നന്ദു ചോദിച്ചപ്പം, എന്നാലും നന്ദുവിന് കുറച്ച് ധൃതി കൂടി പോയോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു നവീനും. ഇത് കേട്ട് നന്ദു ഭയങ്കര ഇതിലിങ്ങനെ ഇരിക്കാട്ടോ. വേറൊന്നും കൊണ്ടല്ല, വേണുവിനെയും മോളെയും നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ അവരൊരു പരാതി എഴുതി തന്നു എന്ന് കരുതി ഉടനെ അവിടെ വിളിച്ചു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. എൻ്റെ നവീനേട്ടാ, ഞാൻ ആ നിശ്ചയം നടന്നാലുണ്ടാകുന്ന അപകടത്തെപ്പറ്റി പറഞ്ഞതല്ലേ എന്ന് നന്ദു അന്നേരം ചോദിക്കുക. മോതിര കൈമാറ്റം നടന്നിരുന്നെങ്കിൽ അടുത്ത ദിവസം കുടുംബ കോടതിയിൽ അനാമിക അത് ഉയർത്തി കാണിക്കായിരുന്നില്ലേ എന്ന് നന്ദു ചോദിച്ചു. അപ്പം ശരിയാണല്ലോ, കോടതി അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കില്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ ശരിയാണ്, പക്ഷെ എന്തുകൊണ്ടോ ആ നിശ്ചയം മുടങ്ങിയതിൽ നേരിയ നിരാശ എല്ലാവരെ പോലെ എനിക്കും ഉണ്ട് എന്ന് നവീൻ പറയാം നന്ദുവിനോട്. പിന്നെ ഇനി എല്ലാവരും പറയുന്നത് പോലെ അനിയൻ നന്ദുവിൽ നേരത്തെ ഇങ്ങനെ ഒരു പ്ലാനിങ് നടത്തിയായിരുന്നോ? അത് കേട്ടപ്പം അതെന്താ നവീനേട്ടൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അല്ല, വേണുവിനെയും മകളെയും ഇളക്കി വിട്ടത് അനിയാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം നന്ദു അന്ന് അനി പറഞ്ഞതിനെപ്പറ്റി ഒരു വട്ടം ഒന്ന് ആലോചിച്ചു. എനിക്കിതൊന്നും അറിയില്ല, ഞാനെന്തായാലും അങ്ങനത്തെ വളഞ്ഞ വഴിക്കൊന്നും പോയിട്ടില്ല, എനിക്ക് പിന്നെ അതിൻ്റെ കാര്യമില്ലല്ലോ എന്ന് നന്ദു. അത് കേട്ടപ്പം പിന്നെ ഞാനിപ്പോൾ വന്നതേ നന്ദുവിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ മുത്തശ്ശൻ നിർബന്ധിച്ചപ്പോൾ അമ്മയൊന്ന് അയഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്തിരി തൻ്റെയുള്ള പെൺകുട്ടിയാണെങ്കിലും അതുമായി മുന്നോട്ട് പോകാമെന്ന് അമ്മ പറയുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദു ഒന്ന് സന്തോഷിച്ചു. അപ്പം അമ്മ പച്ചക്കൊടി കാണിച്ചല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം അതെ, അച്ഛൻ വരുന്നുണ്ട് ഉടനെ, തിരിച്ചു പോകുന്നതിന് മുൻപ് എൻ്റെ കല്യാണം നടത്തണമെന്ന് എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ പോയ പെൺകൊച്ചിനോട് കാര്യങ്ങൾ പറഞ്ഞുകൂടെ എന്ന് നന്ദി ചോദിക്കുമ്പോൾ അങ്ങനെ പറയാനാ വന്നതെന്ന് പറഞ്ഞു. അതിനെന്താ, എൻ്റെ കൂട്ട് വല്ലതും വേണമെന്ന് നന്ദി ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇന്നെ ചിരിക്കുമായി നവീൻ. വേണമെങ്കിൽ ഞാനും വരാം അവളെ കാണാനായിട്ട്. അപ്പോൾ നന്ദു കൂട്ട് വരുമൊന്നും വേണ്ടെന്നേ, ഇനി എനിക്ക് ആ പെൺകുട്ടിയെ കാണാൻ എങ്ങോട്ടും പോകേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നന്ദു അങ്ങനെ നോക്കൂ, ഇതന്നെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഓർത്ത്. അല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി എൻ്റെ മുന്നിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നന്ദു പേടിച്ചു കേട്ടോ. നന്ദ വിട്ടിങ്ങനെ നോക്കിയിരിക്കുക നന്ദു. അത് നന്ദു, നിൻ്റെ ധൈര്യം, അതുപോലെ നീ തെറ്റിനെതിരെ എടുക്കുന്ന ആ ഒരു നിലപാടുകൾ ഒക്കെ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അങ്ങനെ നന്ദുവിനോടുള്ള നവീൻ്റെ ഇഷ്ടം പറയുകയാണ്. പണ്ട് നീ എനിക്കൊരു കൂട്ടുകാരി മാത്രമായിരുന്നു, പക്ഷെ എനിക്ക് ഇപ്പോൾ അങ്ങനെയല്ല. ആ നനിയുടെ കേസുമായി ബന്ധപ്പെട്ട് അടുത്ത് ഇടപഴകിയപ്പോൾ നന്ദുവിനെ ഞാൻ കൂടുതൽ മനസ്സിലാക്കുകയായിരുന്നു എന്ന് നവീൻ നന്ദുവിനോട് പറയാം. നന്ദു ഞെട്ടലോടെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്തപ്പോൾ ആ ഒരു ഇഷ്ടം അതങ്ങ് കൂടിക്കൂടി വരികയായിരുന്നു എന്ന് നവീൻ അനിയോട് പറയുന്നു. നന്ദു ഇങ്ങനെ അന്തം വിട്ട് അപ്പോഴും ഇരിക്കുന്നു. അതെ നന്ദു, ഇനി വളച്ചുകെട്ടില്ലാതെ ഞാൻ കാര്യം പറയാം. അതുപിന്നെ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച, എനിക്കിഷ്ടപ്പെട്ട, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് ആ പെൺകുട്ടി വേറെ ആരുമല്ല, നന്ദു ആണെന്ന് പറഞ്ഞു. ഈശ്വര, അതേ കിടക്കുന്നു. നന്ദു ഞെട്ടലോടെ എങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് നന്ദു പറയുവാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പരസ്പരം സംസാരിച്ച ധാരണയിൽ എത്തിയിട്ട് ആണും പെണ്ണും വിവാഹത്തിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് നവീൻ പറയണം. അറിയാത്ത രണ്ട് ആൾക്കാർ തമ്മിൽ ഒന്നിക്കുന്നത് കുടുംബജീവിതത്തിന് ഗുണകരമാകുമെന്ന് തോന്നുന്നില്ല. എനിക്ക് നന്ദുവിനെ അറിയാം, നന്ദുവിൻ്റെ കുടുംബത്തെയും അറിയാവുന്നു, തിരിച്ചും അത് അങ്ങനെ തന്നെയാണെന്നും നവി പറയാണ്. അതുകൊണ്ട് നോ പറയരുതെന്നും നവീൻ ഇങ്ങനെ പറയാട്ടോ. ദൈവമേ, നന്ദു ആകെ ധർമ്മസങ്കടത്തിലിരിക്കുന്നു. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് നവീൻ ഇങ്ങനെ നന്ദുവിൻ്റെ മുന്നിലിരിക്കുമ്പം ഈശ്വര, നന്ദുവിന് ഇരിക്കണം ഓടണമെന്ന് പോലും അറിയാതിരിക്കുന്നു. നമ്മൾ ഒന്നിച്ച് നടക്കുമ്പോഴും ഞാൻ പലപ്പോഴും മനസ്സിലാകുന്ന രീതിയിൽ ഓരോന്ന് പറയുമ്പോഴും നന്ദു അതിലൊന്നും സംശയിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഭാഗത്ത് ഇങ്ങനൊരു നീക്കം ഉണ്ടാകുമെന്നും കരുതിയില്ല. അതുകൊണ്ടാണ് നന്ദു ഷോക്കായതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് നവീൻ പറയാം. പിന്നെ ഞാൻ ഇക്കാര്യം ഒരാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനിയോട്. അത് കേട്ടപ്പോൾ അതേ നമ്മുടെ നന്ദു ഒന്നുകൂടെ ഞെട്ടി. ആകെ വല്ലാത്തൊരു ഇതിൽ നന്ദു ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.